ഹലോ ഗൈസ്, എറണാകുളം ബ്രോഡ്വേയിൽ ഒരാളെ കണ്ടുപിടിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് ഇന്നാട്ടോ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അങ്ങ് കണ്ണൂരിൽ നിന്ന് ഞങ്ങളെ കാണാൻ വന്ന ബിബിനെ പിന്നെ ഞങ്ങൾ ഫോണിലൂടെ ചോദിച്ച് ഓരോ അടയാളവും കടകളും ഒക്കെ പറഞ്ഞാട്ടോ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ലൊക്കേഷനൊക്കെ കിട്ടിയെങ്കിലും വലിയ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല. വൈക്കത്തഷ്ടമി കൂടാനായിരുന്നു ഞങ്ങളുടെ പ്ലാനെങ്കിലും ചില തിരക്കുകൾ കാരണം ഞങ്ങൾക്ക് അത് നടന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് എറണാകുളത്ത് വെച്ച് മീറ്റ് ചെയ്യാമെന്നാണ് പിന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊച്ചിക്കൊക്കെ പോകാമെന്നൊക്കെ ഓർത്തെങ്കിലും വൈകിട്ട് 5:15 ട്രെയിനിന് ബിബിന് തിരിച്ചു പോകേണ്ടതുകൊണ്ട് അത് ക്യാൻസലാക്കി. വേറൊന്നല്ല, അവൻ പഠിപ്പിക്കുന്ന കോളേജിലെ കുറച്ച് സാർമാർക്കും ഒക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ, ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഈ തിരക്കിനിടയിൽ അവിടെ പോയി വന്ന് ട്രെയിൻ കിട്ടാനുള്ള സാധ്യത കാണാത്തതുകൊണ്ട് ആ പ്ലാൻ അങ്ങ് ചുരുട്ടിക്കൂട്ടി കളഞ്ഞ് ഞങ്ങൾ എറണാകുളത്തൊക്കെ തന്നെയാണ് കിടന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും നല്ല ഉച്ച നേരമാണെങ്കിലും ബ്രോഡ്വേയുടെ അകത്തോട്ട് കയറിയതും വേറെ ഏതോ ഒരു ലോകത്ത് ചെന്ന പോലെ ആട്ടോ ഫീൽ ചെയ്തത്. എറണാകുളംകാരെയാണെങ്കിലും ക്രിസ്മസ് ടൈമിൽ എല്ലാവരും ഒക്കെ ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പോണ പോലെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞാൻ അതുകൊണ്ട് ബ്രോഡ്വേയിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോണത്. വേറെ ഒന്നുമല്ല, സീസൺ ടൈമിൽ അവിടെ അത്രയ്ക്ക് തിരക്കാണ്. അതുകൊണ്ട് തന്നെ വെയിലാണെങ്കിലും രാത്രിയാണെങ്കിലും അങ്ങോട്ട് പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ഇതിപ്പോൾ പോകേണ്ട ആവശ്യം വന്നതുകൊണ്ട് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് എല്ലാം കണ്ടപ്പോൾ തോന്നി ക്രിസ്മസ് ആണ് ശരിക്കും അടിപൊളിയെന്ന്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നോക്കുമ്പോഴത്തേക്കും എല്ലാ റെസ്റ്റോറൻറ്റിലും ക്യൂ ആണ്. പിന്നെ നേരെ സിലോണിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ പാരഗണിലെ പോലത്തെ തിക്കും തിരക്കും ക്യൂ. പിന്നെ ഒത്തിരി നടന്നിട്ടാട്ടോ വേറൊരു ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും ബിരിയാണിയും ഞാൻ പൊറോട്ടയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പൊറോട്ട അങ്ങനെ തീരെ കഴിക്കാത്തതുകൊണ്ട് പെട്ടെന്നൊരു ക്രേവിങ്സ് വന്നുകൊണ്ട് കഴിച്ചതാണ്. അതൊക്കെ കഴിഞ്ഞ് ഇരവിഴിഞ്ഞ അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് പോയത് നേരെ സുഭാഷ് പാർക്കിലോട്ടായിരുന്നു. അങ്ങനെ വൈക്കത്തഷ്ടമി കൂടിയ കഥയും കോളേജിലെ പഴയ കഥകളും അവൻ്റെ ഇപ്പോഴത്തെ കഥകളും ഒക്കെ ആയിട്ട് കുറേ കഥകൾ ഞങ്ങൾ പറഞ്ഞിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പോകാമെന്ന് ഓർത്തപ്പോൾ ഒരാളിതേ ചരിച്ച് വെച്ച് ഷൂ ഇടാൻ നോക്കുന്നു. ഷൂ ആണെങ്കിലോട്ട് കയറുന്നില്ല. ഇങ്ങനെയാണോടി ഷൂ ഇടേണ്ടതെന്ന് ബിബിനും എനിക്ക് ഇങ്ങനെ ഇട്ടാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അതിട്ടതിൻ്റെ സന്തോഷത്തിന് ചാടി വരുവാണ് ദേ ഈ കുഞ്ഞിപ്പഴും. അങ്ങനെ ഈ കാലും ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവനെ യാത്ര പറഞ്ഞു വിട്ടിട്ടുണ്ട്. സ്റ്റേഷനിൽ കൊണ്ടുപോയി ടാറ്റ പറഞ്ഞ് വിടണമെന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് വർക്കിന് പോകാനുള്ളതുകൊണ്ട് അത് നടന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വണ്ടി ഇപ്പോൾ ബ്രോഡ്വേയിലാണുള്ളത്. അത് പോയിട്ട് തിരിച്ചെടുക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ അടുത്ത തവണ വരുമ്പോൾ കൊച്ചിക്ക് പോകാമെന്നും പറഞ്ഞാണ് ബിബിൻ സാറിന് ഞങ്ങൾ യാത്രയാക്കിയിരിക്കുന്നത്.